ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ വെള്ളരിക്ക ഇട്ട് വെച്ച ചെമ്മീൻ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി ഞാനിവിടെ 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയോട് കൂടിയാണ് 1/2 കിലോ. തൊലി എടുത്തു കഴിഞ്ഞ് ഇത് 1/2 കിലോ ഉണ്ടാകില്ല. ഇതിൽ 2 ചെമ്മീൻ ക്ലീൻ ചെയ്യുന്നത് ഞാനൊന്ന് കാണിക്കാം. ഇതിൻ്റെ മുതുകത്ത് ഒരു വെയിനുണ്ട്, അത് എടുത്തു കളയണം. ഇതുപോലെ എടുത്തു കളയണം. ഒരു ചെമ്മീൻ കൂടി ക്ലീൻ ചെയ്യുന്നത് ഞാൻ കാണിക്കാം. ഇതും ഞാൻ എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇവിടെ ചെമ്മീൻ ഞാൻ ക്ലീൻ ചെയ്ത് വച്ചിട്ടുണ്ട്. ഇതിന് അരപ്പ് തയ്യാറാക്കുന്നതിനായി 1 ഗ്ലാസ് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത് ചീനച്ചട്ടിയിലിട്ടൊന്ന് ഞാൻ വറുത്തെടുത്തതാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിന് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇവിടെ അരപ്പ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് ഒരു മൺചട്ടി എടുത്ത് അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ അല്പം കൂടി വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് കുടംപുളി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാൻ പുളി ചേർക്കുന്ന വീഡിയോ ഇതിൽ കിട്ടിയിട്ടില്ല. ഇത് 1 പീസ് വെള്ളരിക്ക സ്ക്വയർ പീസിൽ അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക്. ഇതിലേക്ക് കൊഞ്ച് ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ, ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമുക്ക്. ഞാനിതിൽ കുടംപുളിയാണ് ചേർത്തിട്ടുള്ളത്. കുടംപുളി ഇല്ലാത്തവർക്ക് സാധാരണ പുളി ചേർക്കാവുന്നതാണ്. ഇത് അടച്ചു വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ഇവിടെ കറി നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ കുടംപുളി ഇട്ടിട്ടുണ്ട്. ഇവിടെ കറി നല്ലതുപോലെ തിളച്ച് വറ്റിയിട്ടുണ്ട്. ഇതിൽ കുറച്ച് കറിവേപ്പില ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.